ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രീതിക്ക് വേണ്ടിയിട്ട് സാരിയൊക്കെ സെലക്ട് ചെയ്യുന്നത് കണ്ടിട്ട് മനോരമയ്ക്ക് കുശുമ്പും അസൂയൊക്കെ വരികയാണ്. ആഹാ, ഇത്ര പെട്ടെന്ന് ഇത്ര നല്ല സാരിയൊക്കെ ഇവൾക്ക് വേണ്ടി സെലക്ട് ചെയ്യാം, അങ്ങനെ ഞാൻ സമ്മതിക്കില്ല, ഇത് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മനോരമ ആ സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ആഹാ, ഇത് നല്ല സാരിയാണല്ലോ, ഇത് ഞാൻ റിസപ്ഷന് കൊടുക്കുമെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ വേറെ ഏതോ ഒരു സാരിയല്ലേ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് റിസപ്ഷൻ എടുക്കാൻ? ആ അതെ, പിങ്ക്. പക്ഷേ എനിക്കത് അത്ര കൊള്ളൂല, ഇതാവുമ്പോൾ നല്ല രസമുണ്ട്, നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്, എനിക്കിത് മതി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പ്രീതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അത് പ്രീതിക്ക് വേണ്ടി സെലക്ട് ചെയ്താണെന്ന് പറയും. അതിനെന്താ, പ്രീതിക്ക് വേണ്ടി വേറെ സെലക്ട് ചെയ്താൽ പോരെ, അവൾ വേറെ എടുത്തോട്ടോ, ഇതെനിക്ക് മതി എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് ഗോൾഡൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് ഇരിക്കുന്ന കാണുമ്പോൾ മനോരമ നോട്ടം ഗോൾഡിലേക്കാവും കേട്ടോ. അപ്പോൾ ഈ സാരി മുത്തശ്ശി വാങ്ങാൻ കേട്ടോ. മുത്തശ്ശി പറയും ഇത് പ്രീതിക്ക് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്താണ്, തൽക്കാലം ഇത് നിനക്ക് വേണ്ടാന്ന് പറയാനേ. ഇതേ സമയം ആ ഗോൾഡ് എടുത്ത് ഞാനിട്ട് വെച്ച് നോക്കണം. ആഹാ, ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, ഇതെനിക്ക് നന്നായി ചേരും, ഇത് ഞാൻ റിസപ്ഷൻ ഇട്ടോളാം എന്ന് പറയാണ്. അതും മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം മുത്തശ്ശി പറയും അതും നിനക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതൊന്നുമല്ല, അത് പ്രീതിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മുത്തശ്ശി അത് വാങ്ങിക്കാൻ കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ മനോരമയ്ക്ക് പ്രീതിയോടുള്ള ദേഷ്യം കൂടി വരികയാണ് കേട്ടോ. എല്ലാവർക്കും പ്രീതിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്, താൻ ഒറ്റപ്പെടുകയാണെന്നുള്ള രീതിയിലൊക്കെ മനോരമ ചിന്തിക്കുകയാണ്. അങ്ങനെ മനോരമ ചിന്തിക്കുമ്പോൾ മനോരമയ്ക്ക് വിഷമാവണം. അപ്പം മനോരമ പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് തന്നാലെന്താ, ഇവൾക്ക് വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കണം. അപ്പം മുത്തശ്ശി പറഞ്ഞിട്ട് പോരാ, ഇതൊക്കെ ഞാൻ പ്രീതിമോൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്താണ്, അത് പ്രീതിക്ക് തന്നെ വേണം, അല്ലാതെ നിനക്കല്ല, നീയല്ലല്ലോ കല്യാണ പെണ്ണ്, നീ അമ്മായിമ്മല്ലേ, നിനക്ക് സെലക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ നീ എടുത്താൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മനോരമയ്ക്ക് പ്രീതിയോട്. അപ്പോൾ പ്രീതി ഒന്നുമില്ല, പ്രീതി പറയുന്നുണ്ട് അമ്മ വേണമെങ്കിൽ ആൻറ്റി വേണമെങ്കിൽ അതെടുത്തോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അവൾക്ക് സെലക്ട് ചെയ്തത് അവളെടുത്തോട്ടെ, ഇതൊക്കെ ഞാൻ പ്രീതിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണെന്ന് പറയുകയാണേ. ഇതേ സമയം അശ്വിനെ കാണാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ അഞ്ജലി. ഇത് ശ്രുതിയും അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് മേഡം ഒന്നും കൂടെ വിളിച്ച് നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജലി വീണ്ടും ഫോണിലേക്ക് വിളിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ അശ്വിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അശ്വിനാണെന്നുണ്ടെങ്കിൽ തിരിച്ചും വിളിക്കുന്നത് ഇതെവിടെ പോയി കിടക്കണം, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞതാണല്ലോ, പിന്നെ അങ്ങനെ പോകാറില്ല ഒരിടത്തിലേക്കും, അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരാണ്ട്. ദൈവമേ, ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചല്ലേ എൻ്റെ മുന്നിലേക്ക് വരണ്ടാന്ന്, ഇപ്പോൾ അത് അതേപോലെ ആയല്ലോ, ഭഗവാനെ എത്രയും പെട്ടെന്ന് വരണേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അഞ്ജലി കൂടെ വിളിച്ചിട്ട് കിട്ടാതാവുമ്പോൾ അഞ്ജലി അകത്തേക്ക് പോകാണേ. അപ്പോൾ ശ്രുതി ഒറ്റയ്ക്ക് നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ദൈവത്തിനോട്, ഭഗവാനെ എത്രയും പെട്ടെന്ന് തന്നെ അശ്വിൻ സാറ് വരണേ, വീട്ടിലേക്ക് തിരിച്ചു വരണേ, ഞാൻ വെറുതെ പറഞ്ഞതാണ് അശ്വിൻ സാറിനെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരലേന്ന്, അപ്പോൾ അതുകൊണ്ട് യാതൊരു ഇതായിട്ട് എടുക്കരുത്, അശ്വിൻ സാറിനെ വേഗം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശ്രുതി കുറേ വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അശ്വിനി. അപ്പോൾ ശ്രുതി കുറേ വിളിച്ചിട്ട് ശ്രുതിയുടെ ഫോൺ എടുക്കുന്നില്ല, റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല. ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാണ് കേട്ടോ, ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. എന്നിട്ട് വീണ്ടും ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ അശ്വിൻ സാറ് വേഗം വരണേ, ഞാൻ വെറുതെ പറഞ്ഞാണ് എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് അശ്വിൻ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ്റെ അടുത്തേക്ക് ശ്രുതി ഓടി ചെല്ലാണ് കേട്ടോ. എന്നിട്ട് ഓടി ചെന്നിട്ട് എവിടെയായിരുന്നു ഇത്രയും നേരം, എന്താ ഫോൺ എടുക്കാത്തത്, വിളിച്ചാൽ ഫോൺ എടുത്തൂടെ, എന്തിനാണ് ഇങ്ങനെ ഫോൺ സൈലൻറ്റിലാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോക്കൂടെ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോൾ അശ്വിൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു കേട്ടോ. ഇത്രയും സമയം എവിടെയായിരുന്നു, എല്ലാവരും പേടിപ്പിക്കാനായിട്ട് ഒന്നും മിണ്ടാതെ പോകും, എന്നിട്ട് ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് ടെൻഷൻ അടിക്കുന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ അശ്വിൻ ഇങ്ങനെ ചിരി വരികയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്താ എന്നെ കാണാണ്ട് നീ വിഷമിച്ചോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എന്നെ ശ്രുതി ഞാനെന്തിനെ വിഷമിക്കണമെന്ന്, ഞാനൊന്നും വിഷമിച്ചില്ല, അശ്വിൻ സാറിനെ കാണാണ്ടായാൽ ഞാനെന്തിനെ വിഷമിക്കുന്നത്, പക്ഷേ അഞ്ജലി മേഡം ഒരുപാട് വിഷമിച്ചു, കുറേ ആയി വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് ആ പാവം ഇരിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അഞ്ജലി മേഡത്തിന് മാത്രമേ ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ കാണാതായിട്ട് നിനക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണേ. എനിക്ക് എന്തിനാ ടെൻഷൻ, എനിക്ക് ടെൻഷനൊന്നും ഇല്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ നീ എന്നെ വിളിച്ചില്ലേ, ഇല്ല ഞാനൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫോൺ എടുത്തിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ. കോള് വന്നത്, ഒരുപാട് കോള് വിളിച്ചിട്ടുണ്ട് ശ്രുതി. അപ്പോൾ ഇതൊക്കെ നീ വിളിച്ചതല്ലേ, അത് പിന്നെ അഞ്ജലി മേഡം പറഞ്ഞിട്ട് ഞാൻ വിളിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അപ്പോഴേക്കും അവിടേക്ക് അഞ്ജലി വരികയാണ് കേട്ടോ. അഞ്ജലി വരുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, എന്താ കുഞ്ഞിനെ എവിടെ പോയിരിക്കുകയായിരുന്നു? കുഞ്ഞിനെ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? എത്ര നേരമായി ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ മനുഷ്യനെ പേടിപ്പിക്കുകയാണോ നീ എന്നൊക്കെ ചോദിക്കുകയാണ്. ചേച്ചി, ഞാനിവിടെ അടുത്തൊരു സ്ഥലം വരെ പോയതാണ്, കുറച്ച് സമയം നേരെ വൈകിപ്പോയി. ഫോൺ ഞാൻ സൈലൻറ്റ് വെച്ചതുകൊണ്ടാണ് എനിക്ക് കേൾക്കാൻ പറ്റാഞ്ഞത്. അത് ഇത്ര വലിയ പ്രശ്നമായി എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ എത്ര സമയമായി നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു, നിന്നെ കാണാതെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എന്തായാലും ഞാനിപ്പോൾ വന്നില്ല ചേച്ചി, ഇപ്പോൾ പ്രശ്നം മാറിയില്ലേ, വിഷമമൊക്കെ മാറിയില്ലേ എന്ന് ചോദിക്കണം. ശരി, ഇത്രയും നേരം ബാക്കിയുള്ളൊരു ടെൻഷൻ അടിച്ചത് കാര്യമില്ല. നീ എന്തായാലും എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഫോൺ സൈലൻ്റാക്കി വെക്കരുത് കേട്ടോ എന്നൊക്കെ പറയണട്ടോ. അപ്പോൾ ശരി, എന്തായാലും ഞാൻ ഇവിടെ ഇത്തിരി നേരം മാറി നിന്നപ്പോൾ മറ്റുള്ളവരുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയല്ലോ. ഞാൻ എന്നെ ഇത്തിരി കാണാണ്ടായിട്ടുണ്ടെങ്കിലും ആർക്കൊക്കെ വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് ശ്രുതിനെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് ശ്രുതിക്ക് മനസ്സിലാവാം കേട്ടോ. അപ്പോൾ അച്ഛൻ ശ്രുതിനെ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ നീങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ശ്രുതി അകത്തേക്ക് പോകും. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് പ്രീതിക്ക് കൊടുത്ത ഗോൾഡൊക്കെ എല്ലാവരും കൂടെ നോക്കുകയാണ്. ഈ സമയത്ത് ഒരു വള കാണാനില്ല. അപ്പോൾ ശ്രുതിയോട് അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതി അവിടെ കബോർഡിൽ ഒരു വള ഇരിക്കുന്നുണ്ട്, അതൊന്ന് എടുത്തിട്ട് വരാനൊക്കെ പറയും കേട്ടോ. അപ്പോൾ ആ ഒരു വള എടുക്കാനായിട്ട് ശ്രുതി പോവുകയാണ് കേട്ടോ. വള എടുക്കാൻ പോകുന്ന നേരത്ത് അശ്വിൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അശ്വിനെ കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാത്തൊരു ചമ്മലൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ പതുക്കനെ ശ്രുതി ആ ഒരു വള എടുക്കുകയാണ്. ആ വളമൊക്കെ താഴ്ത്ത് വീണ് പോവുകയാണ് കേട്ടോ. തിക്കും തിരക്കോട് കൂടിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അശ്വിനെ കണ്ടിട്ട് ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് ആ വളമൊക്കെ എടുക്കുന്നത്. അപ്പോൾ ആ വള ഇങ്ങനെ താഴ്ത്ത് വീണ് പോകുന്ന സമയത്ത് അശ്വിൻ അതെടുക്കാനായിട്ട് ശ്രുതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രുതി വേണ്ട ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയണത്. എന്താ ഞാൻ എടുത്തു തന്നാൽ ഇതെന്താ എനിക്ക് ചെയ്യാൻ അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അത് അങ്ങനെ എനിക്ക് ഞാൻ ചെയ്യുന്നതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ആ പിന്നില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റും, അതൊക്കെ ഞാൻ എടുത്തോളാം എന്നിട്ട് വാളിങ്ങനെ തട്ടിപ്പറിച്ച് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ പോകാൻ പോകുന്ന സമയത്ത് അശ്വിൻ ശ്രുതിയുടെ ഷാളിൽ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. ഷാളിൽ പിടിച്ച് വലിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അശ്വിനെ നോക്കുകയാണ് കേട്ടോ. അശ്വിനെ നോക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ ശ്രുതിയുടെ ഷോളിൽ പിടിച്ച് വലിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. മാത്രമല്ല അപ്പോൾ ശ്രുതി ഇങ്ങനെ ഷോൾ വിടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ട്. പക്ഷേ അശ്വിൻ ആ ഷോൾ വിടുന്നില്ല. അശ്വിൻ ആ ഷോൾ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരികയാണ്. എന്നിട്ട് ശ്രുതിനെ തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നിർത്തുകയാണ്. എന്നിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ വല്ലാണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യുന്നതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് അശ്വിൻ ചോദിക്കുകയാണ്. പിന്നെ എനിക്ക് പറ്റും, അപ്പോൾ ഇതൊരു മത്സരമാണല്ലേ, മത്സരം ഇതുവരെയും കഴിഞ്ഞിട്ടില്ലല്ലോ, എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, അത് നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമെന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ശ്രുതിനെ തന്നെ ഇങ്ങനെ അടുത്തേക്ക് അടുപ്പിച്ചതിന് ശേഷം കവളിലൊരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ശ്രുതി വല്ലാതായി പോകുകയാണ് കേട്ടോ. അങ്ങനെ ഒരു നീക്കം ഒരിക്കലും അശ്വിൻ്റെ ഭാഗത്തുനിന്ന് ശ്രുതി പ്രതീക്ഷിച്ചിട്ടില്ല. ശ്രുതി ഇങ്ങനെ ആകെ ഞെട്ടിത്തരിച്ചിട്ട് ശ്രുതി അശ്വിൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കാണ്. എന്നിട്ട് ശ്രുതി ഓടിപ്പോകും കേട്ടോ. അവിടെ നിന്ന് ഓടിപ്പോയിട്ട് അവിടെ നിന്നിട്ട് ഒന്ന് തിരിഞ്ഞ് നോക്കും, എന്നിട്ട് വീണ്ടും പോകും. അങ്ങനെയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ വരാനുള്ള ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.